GMC കൊല്ലത്തിൽ ഈ ജൂൺ 17 ഒരു ഇന്റർവ്യൂ ഉണ്ട്. നോൺ PG JRസിനുള്ള ഇന്റർവ്യൂ ആണ്. അതിന്റെ ശമ്പളം എന്ന് പറഞ്ഞാൽ 45,000 രൂപയാണ്. ഒന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ വീട്ടിൽ കല്ലുപണിക്ക് ഇപ്പോൾ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്. അവർക്ക് ഡെയിലി കൊടുക്കണം അത്രയും ഈ പറയുന്ന എമൗണ്ട്. 1,500 രൂപയ്ക്ക് അടുത്ത് അവർക്ക് ക്യാഷ് ഉണ്ട് കല്ല് പണിക്കുന്ന ആൾക്കാർക്ക് ഇപ്പം മെയിൻ മേശരിക്ക്. അപ്പം അവർ 30 ദിവസം പോയി കഴിഞ്ഞാൽ ഈ ഡോക്ടറിന്റെ ശമ്പളം കിട്ടും. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ കേരളം വിട്ട് വേറെ സ്റ്റേറ്റിൽ പോയി ജോലി ചെയ്യുക, അല്ലെങ്കിൽ ഇന്ത്യ വിട്ട് പോയി ദുബായോ അല്ലെങ്കിൽ വല്ല ജർമ്മനിയോ UK US പോകണം. ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. ബാക്കിയുള്ള രാജ്യങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ രക്ഷപ്പെടാം. അല്ലാന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യലി നല്ല ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഓപ്പണായിട്ട് പറയാം. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞുതരാം. ഞാൻ PGക്ക് പഠിക്കുകയാണ് കേരളത്തിൽ. അപ്പം എനിക്ക് മന്ത്ലി എക്സ്പെൻസീവും എത്രയാണ് കിട്ടുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പം എനിക്ക് എണ്ണ അടിക്കണം വണ്ടിക്ക് ഒരു 8K അടുത്താവും മന്ത്ലി എണ്ണ അടിക്കുന്നതിൻ്റെ. പിന്നെ EMI എനിക്കൊരു 10-25 രൂപയുടെ EMI ഉണ്ട്, 34 അറൗണ്ട്. പിന്നെ നമുക്ക് ഒരു വർഷം PGക്ക് പഠിക്കുന്ന സമയത്ത് ഫ്രീ അല്ല. കേരളം ഒന്നും ഫ്രീ ആയിട്ട് തരുന്നില്ല. 80-something രൂപ നമ്മൾ അടയ്ക്കണം, 80,000 പുറത്ത് രൂപ. അപ്പോൾ അതിന് മന്ത്ലി നമ്മളൊരു 10,000 രൂപ അതിന് വേണ്ടി മാറ്റി വയ്ക്കണം. അപ്പോൾ തന്നെ ഏകദേശം ഒരു 44,000. പിന്നെ കറണ്ട് ബില്ല്, ബാക്കി ചിലവ്, നമ്മുടെ ഫുഡ് എല്ലാം കൂടെ കറണ്ട് ബില്ലൊക്കെ 6,000 രൂപയാണ് നമുക്ക് വരുന്നത്. പിന്നെ ബാക്കി എല്ലാ ചിലവും കൂടെ ഒരു 10 കൂട്ടിയാലും 54,000. പിന്നെ ബുക്ക്, ബാക്കി സാധനങ്ങളെല്ലാം കൂടെ 5,000 കൂട്ടിയാലും 60,000 രൂപ. നമുക്ക് കിട്ടുന്നത് 55. അപ്പോൾ 55,000 രൂപ നിന്ന് കിട്ടുന്ന നമുക്ക് 60,000 രൂപയുടെ ബേസിക് ചിലവാണ്. ഇത് ഒരിക്കലും എല്ലാ മാസവും ഇത് കൃത്യമായിരിക്കും. പിന്നെ വേറെ മാസങ്ങളിൽ നമുക്ക് വേറെ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് മരുന്ന് മേടിക്കണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ആരുടെയിൽ നിന്ന് ചോദിക്കേണ്ടി വരും. ഇതാണ് ശരിക്കും കേരളത്തിലെ അവസ്ഥ എന്ന് പറയുന്നത്. സെയിം സമയം നോർത്തിൽ വർക്ക് ചെയ്യുന്ന, UPയിലൊക്കെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഐഫോണ്, നല്ല നല്ല ഫോണ്, വിദേശ യാത്രകളൊക്കെ ചെയ്ത് നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഇവിടെ ഡോക്ടേഴ്സ് ഇങ്ങനെ ഇതും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. എനിക്കൊന്നും പറയാനില്ല. കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സിന് വേണ്ടെങ്കിൽ പിന്നെ എനിക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് എങ്ങനെയും PG കഴിയുക, ഇവിടുന്ന് പോവുക, അത്രയേ ഉള്ളൂ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. കാരണം ഇവിടെ നിന്ന് വെച്ച് കാര്യമൊന്നുമില്ല. കാരണം ഇവിടെ റിസർച്ചിനോ അങ്ങനെ ഒരു കാര്യത്തിനോ ആരും വലിയ ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല സത്യം പറഞ്ഞാൽ. അതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്നിട്ട് എന്തോ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാനൊരു കണക്ക് പറഞ്ഞുതരാം, അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഇന്ന് എൻ്റെ ഒരു സീനിയർ വിളിച്ചിരുന്നു, എന്നെ ഉച്ചയ്ക്ക് ശേഷം വിളിച്ചിരുന്നു. അപ്പം ഡൽഹിയിൽ നിന്നാണ് വിളിച്ചത്. അപ്പോൾ സാറിപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം സാറ് പറഞ്ഞതാണ് ഇപ്പം JRന് അവിടെ കൊടുക്കുന്ന ശമ്പളം, നോൺ PG JRന് ശമ്പളം എന്ന് പറയുന്നത് ഏകദേശം 120+ ആണെന്ന്, 1,20,000 ഉണ്ട്. അപ്പോൾ ആ സെയിം സമയം ആലോചിച്ച് നോക്കുക. കേരളത്തിലൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടർ വർക്ക് ചെയ്യുന്ന 45,000 രൂപയ്ക്കാണ്. പലരും പറയും സേഫ്റ്റി ആണെന്ന്. കൊല്ലത്ത് വർക്ക് ചെയ്യുന്നവർക്ക് അറിയാം സേഫ്റ്റിയുടെ കാര്യം എന്താണെന്നുള്ള കാര്യം. അപ്പം എപ്പോൾ വേണോ അടി കിട്ടാൻ എന്തോരം കേസുകളുണ്ട്. പിന്നെ ഇവിടുത്തെ ഈ രാഷ്ട്രീയം എല്ലാം ഒതുക്കി തീർക്കുന്നതുകൊണ്ടാണ് ഒന്നും അങ്ങ് പുറത്ത് വരാത്തതും ഒന്നും അങ്ങ് അത്ര വരാത്തത്. ഇപ്പോൾ തന്നെ വന്ദനദാസിൻ്റെ ഇഷ്യൂ എല്ലാവർക്കും അറിയാം. അതിന് ഒന്നും പറയാനില്ല. അതൊക്കെയാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ സേഫ്റ്റിയാണ് കേരളത്തിലെന്ന് പറഞ്ഞിട്ട് ശമ്പളം കുറയ്ക്കുന്ന ഒരു മാജിക് വിദ്യയാണ് കേരളത്തിൽ നടക്കുന്നത്. ഞാൻ വേറൊരു കണക്കൂടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവും. ഇപ്പോൾ ഒരു PG കഴിഞ്ഞിട്ട് ഒരു SRഷിപ്പ് കേരളത്തിൽ ചെയ്യുന്ന വെച്ചോ നിങ്ങൾ, 76,000 രൂപയാണ് ഗവൺമെൻറ്റിൽ കിട്ടുന്നത്. പ്രൈവറ്റിൽ പോയ ഒരു 80-90 കിട്ടും മാക്സിമം SR ആയിട്ട്. ഈ കിട്ടുന്ന ക്യാഷ് ഇപ്പോൾ നമുക്കൊരു 75 കിട്ടുമെന്ന് വെച്ചോല്ലോ. അപ്പോൾ 75 ഒരു വർഷം കൂട്ടി പോയി കഴിഞ്ഞാൽ ഏകദേശം 9 ലക്ഷം രൂപയാണ്. ആ 9 ലക്ഷം രൂപയിൽ ഞാൻ ഈ പറഞ്ഞ കണക്ക് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം നമ്മൾ വേറെ ഏതെങ്കിലും പണിക്ക് പോയി അല്ല GPക്ക് പോയി ക്യാഷ് ഉണ്ടാക്കേണ്ടി വരും, അല്ലെങ്കിൽ വേറെ ആയിരത്തിനും കടം മേടിച്ച് ജീവിക്കേണ്ടി വരും. 10 പൈസ സേവ് ചെയ്യാൻ പറ്റത്തില്ല. സെയിം സമയം ഡൽഹിയിലൊക്കെ ആണെങ്കിൽ SRഷിപ്പ് 3 വർഷമാണ്. നമുക്ക് 3 വർഷം വർക്ക് ചെയ്യാൻ പറ്റും SR ആയിട്ട്. അങ്ങനെയാണെങ്കിൽ ഒരു മാസം അവിടെ ഇപ്പോൾ 1.48 ആണെന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പം പേ സ്കെയിൽ ഇപ്പോൾ പിന്നെ റിവൈസ് ചെയ്യാൻ പോകണം. അങ്ങനെയാണെങ്കിൽ 1.60 ആ റേഞ്ച് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് മിനിമം ഒരു 1.50 കൂട്ടുക. 1.50 വെച്ചിട്ട് 36 മാസം 3 വർഷത്തേക്കെന്ന് വെച്ചാൽ ഏകദേശം 54 ലക്ഷം രൂപ കിട്ടും. അവിടെ ഒരു 15 ലക്ഷം രൂപ നിങ്ങൾ ചെലവിന് മാറ്റിയാലും 40 ലക്ഷം രൂപയ്ക്ക് അടുത്ത് നിങ്ങൾക്ക് അവിടെ സേവ് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കുക. ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. കേരളത്തിൽ കിടന്ന് ഒരു ക്യാഷും ഒന്നുമില്ലാതെ ജീവിക്കണോ, അത് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കുമെന്ന് ചിന്തിക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇവിടുത്തെ അസോസിയേഷനോട് എനിക്കൊന്നും പറയാനില്ല. കാരണം നിങ്ങൾക്ക് ഭാവിയിൽ ഒരുപാട് ഉപയോഗങ്ങൾ കിട്ടും. നിങ്ങൾക്ക് വലിയ വലിയ നിലയിൽ എത്താൻ പറ്റും, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സമരം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടുള്ള അസോസിയേഷനാണ് ശരിക്കും ഉള്ളത്. ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു സാറ് പോണ വഴി പറഞ്ഞതാണ്, നിങ്ങളുടെ PG അസോസിയേഷനൊക്കെ ഉണ്ടോ, എന്തോ ചെയ്യുന്നത്, ശമ്പളത്തിന് സമരം ചെയ്താൽ മാത്രം മതിയോ എന്നാണ് അവരുടെ ചോദ്യം. സത്യമാണ്, അതാണ് നടക്കുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വെച്ച് കാര്യമൊന്നുമില്ല. അപ്പം സോക്കോൾ എന്താ പറയുക, കേരളത്തിൻ്റെ അവസ്ഥയാണ്. എന്തായാലും FMG സ്റ്റുഡൻസിന് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട്. ഒരു പൈസയും FMG സ്റ്റുഡൻസിൻ്റെ നിന്ന് വാങ്ങാൻ പാടില്ല എന്ന് സ്ട്രിക്റ്റ് ഹൈക്കോർട്ടിൻ്റെ റൂൾ വന്നിട്ടുണ്ട്. അതിനൊക്കെ തന്നെ അവർക്ക് സ്റ്റൈഫൻഡ് കൊടുക്കുന്ന കാര്യത്തിലും ഒരു ചെറിയ ചെറിയ ധാരണകളായി തുടങ്ങുന്നുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യുണൈറ്റഡ് ഡോക്ടർ ഫ്രണ്ട് എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ ഉണ്ട്, ഡൽഹി ബേസ്ഡ് ആണ്. അവരുടെ
ഏറ്റവും നല്ല രീതിയിൽ ഇപ്പം നീറ്റിൻ്റെ സിംഗിൾ ഷിഫ്റ്റ് ആക്കുന്ന തൊട്ട് ബീഹാറിലെ FMG സ്റ്റുഡൻസിൻ്റെ ഇഷ്യൂ, അമൃത്സറിലെ, പഞ്ചാബിലെ ഇഷ്യൂ, അങ്ങനെ ഒരുപാട് സ്ഥലത്തെ പ്രശ്നങ്ങൾ, ഇപ്പം ഈവൻ തമിഴ്നാട്ടിലെ വരെ പ്രശ്നങ്ങൾ അവർ എടുക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ അവർ ചെയ്യുന്നുണ്ട് ചെറിയ കാര്യമായിട്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ FMG സ്റ്റുഡൻസിന് എന്തെങ്കിലും ഒരു അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവർ UDF ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങളൊരു വിങ് ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും എല്ലാ കാര്യത്തിനും. അപ്പം ഒരുപാട് ഫേമസ് ആയ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെ പറയുന്ന ഏറ്റവും അതിൽ ടോപ്പുള്ള ഒരുപാട് പേര് ഇപ്പം അതിനകത്തുണ്ട്. അപ്പോൾ ഒരുപാട് ഹെൽപ്പ് നമുക്ക് അതിനകത്ത് നിന്ന് കിട്ടും. അപ്പം ആർക്കെങ്കിലുമൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ FMG അസോസിയേഷനോ അല്ലെങ്കിൽ ഈവൻ PG അസോസിയേഷനും അവരോട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കാര്യം നടക്കും. കാരണം നമ്മുടെ സ്റ്റൈഫൻ്റെ ഇഷ്യൂ വലിയ ഇഷ്യൂ ആണ്. 55 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും കുറവ് തന്നെയാണ്, വേറെ എങ്ങും ഇത്രയും കുറവായിട്ടില്ല. സെയിം സമയം ഡൽഹിയിൽ പോയി കഴിഞ്ഞാൽ എന്തൊരു PGക്ക് നല്ല സ്റ്റൈഫൻഡ് 1.10 കൊടുക്കുന്ന പല സ്റ്റേറ്റ് ലെവൽ മെഡിക്കൽ കോളേജുകളുണ്ട്. ഇപ്പം UP പോയാലും നല്ല സ്റ്റൈഫൻഡ് ഉണ്ട്. ഞാൻ ഒരുപാട് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നിർത്തി ഈ സംഭവം, കാരണം ഇവിടുത്തെ ഡോക്ടേഴ്സിന് അതിൻ്റെ ആവശ്യമില്ല. കാരണം അവിടെയൊക്കെ ഒരു പെർമനന്റ് രജിസ്ട്രേഷൻ 5000 രൂപ, ഇവിടെ 20,000 രൂപ, എല്ലാം ഡബിളും ഡബിളുമാണ് ഇവിടെ കേരളത്തിലെന്ന് പറയുന്നത്. പിന്നെ ജീവിത ചെലവ് നോക്കിയാലും ഏകദേശം അത്ര തന്നെ ഇവിടെ ഉണ്ട്, ഇല്ല എന്നൊന്നും ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അപ്പം അതനുസരിച്ചിട്ടുള്ള ശമ്പളം ഇവിടെ എന്തുകൊണ്ട് വരുന്നില്ല എന്ന് അർത്ഥം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന അസോസിയേഷൻ്റെ മുകളിൽ ഇരിക്കുന്നവരൊക്കെ ഈ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഇവരൊരിക്കലും തിരിച്ചു പറയത്തില്ല, കാരണം അവർക്ക് ഒരുപാട് ഉപയോഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭാവിയിലൊക്കെ അവരൊക്കെ വലിയ രീതിയിലൊക്കെ എത്തും. അപ്പം ബാക്കിയുള്ളവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിവിടെ കിടന്ന് അനുഭവിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ച് ജനറൽ കാറ്റഗറി സ്റ്റുഡൻസൊക്കെ ശരിക്കും പറഞ്ഞാൽ വേറെ വല്ല GPക്കോ വേറെ വല്ല പണിക്കൊക്കെ പോകണം. ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 സ്റ്റുഡൻസിന് ഈ പറയുന്ന രീതി അനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ട്. ഇപ്പോൾ കേരളം നന്നായിട്ട് വരട്ടെ എന്ന് വിശ്വസിക്കുന്നു. നന്നാവട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒരു